ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ഈ നാട്ടിലൊന്നും ഉണ്ടാക്കുന്ന സാധനമേ അല്ല നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്നറിയോ, നമ്മളെപ്പോഴും സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെ ഉണ്ടാക്കിയാലുണ്ടല്ലോ എല്ലാവരും ചോദിക്കും, ഓ ഇത് നമുക്കറിയാവുന്നതല്ലേ, അത് നമുക്കറിയാവുന്നതല്ലേ, ആ കൊച്ചെ വേറെ വല്ലതും ചെയ്യേ എന്നൊക്കെ പറയുവേ. പക്ഷെ എന്നാന്നോ ഇന്ന് ഞാൻ നമുക്ക് അതൊക്കെ ഒന്ന് എന്നാ പറയുക ഇച്ചിരി ഒന്ന് മാറ്റി പിടിച്ചേച്ചേ ഒരു കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടയ്ക്ക് ഡൽഹിക്ക് പോയി അങ്ങനത്തെ പല സ്ഥലങ്ങളിലൊക്കെ പോയി പല സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് ഞാൻ എവിടെയാണ് പോയേക്കുന്നതെന്നറിയാവോ? അത് ശരിക്കും ഞാൻ പോയേക്കുന്നത് ഇന്ന് സൗത്ത് ആഫ്രിക്കയിലോട്ടാണ് പോയേക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ അങ്കിളും ആൻറ്റിയും സൗത്ത് ആഫ്രിക്കയിൽ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ അവരെന്നാന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തന്ന ഒരു സ്റ്റാർട്ടർ ഡിഷാണ് ഇത്. ഇതിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ ബ്രായ് ചിക്കൻ എന്നാ പറയുന്നത്. ഇതെന്നാ പേരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രായ് പൗഡറൊക്കെ കിട്ടാൻ നമ്മുടെ ഇവിടെ ഇച്ചിരി വിഷമമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണോ? ആനീസ് കിച്ചൻ എന്ന് പറഞ്ഞാൽ എന്നാ വേണ്ടിയേ ചോദിക്കണം. അന്നേരം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുന്ന പോലത്തെ കോൺഫിഡൻസ് നമുക്ക് വരണം. എന്നാൽ പിന്നെ എന്നാന്നറിയോ, ഞാൻ ശരിക്കും പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാന്നേലും ആരെങ്കിലും ഒരാളെങ്കിലും എബ്രോഡ് ഇല്ലാത്ത ഒരാൾ പോലും കാണുകയില്ല. അന്നേരം എന്നാ ചെയ്യണമെന്നറിയാം, അവർ പോയിച്ച് വരുമ്പോഴത്തേന് പറയാം, എൻ്റെ കുഞ്ഞെ നീ ഒന്ന് പോയിച്ച് വരുമ്പോഴത്തേണ്ട് ഈ ബ്രൈഡിൻ്റെ പൗഡർ കൊണ്ടുവന്നേക്കാൻ പറയണം. അഥവാ സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കരുത്, നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ബ്രായ് ചിക്കൻ ഉണ്ടാക്കും. അതെന്നാന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മളിവിടെ എടുത്തു വെച്ചാൽ ഒക്കത്തില്ല. നമ്മളൊരു ഇച്ചിരി സാധനങ്ങളാണ് അതിനകത്ത് ചേർക്കാനുള്ളത്. ഇത് നമുക്കിവിടെ ചെയ്യാവുന്നേ ഉള്ളൂ. എബ്രോഡ് ആണെന്നും പറഞ്ഞ് നമ്മളെ എന്നാ പറയുന്നത്, ഇത് എബ്രോഡിൻ്റെ പ്രോഡക്റ്റാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാനൊക്കത്തില്ല എന്നും പറഞ്ഞ് അവർ നമ്മളെ പേടിപ്പിച്ചാൽ നമ്മൾ തളർന്നു പോകരുത്. നമ്മളിവിടെ ഉണ്ടാക്കും അല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ എന്നൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇത് ശരിക്കും നമ്മൾ ഒന്നറിയോ ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കരുത്. ഒരു ഇച്ചിരി കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എന്നാന്നറിയോ പരീക്ഷണങ്ങളുടെ മേഖലകളാണ്. പക്ഷേ പരീക്ഷണങ്ങൾ ചെയ്ത് നമ്മളുണ്ടല്ലോ മിടുക്കികളായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് എന്നാക്കിയാ വേണ്ടിയെന്ന് അറിയണ്ടേ? അന്നേരം അതെന്നാന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ചിക്കനാന്നേ, അത് 1 കിലോ ചിക്കൻ. ആ 1 കിലോ ചിക്കൻ്റെ കണക്കാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിപ്പം ഞാൻ എന്നാ പറയുന്നത്, നമ്മുടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കാനുള്ള പ്രസൻറ്റേഷനൊക്കെ കണക്കാക്കി എടുത്തേക്കുന്നത് കൊണ്ടാണ് ഈ ലെഗ് പീസ് എടുത്തേക്കുന്നത്. മസ്റ്റൊന്നുമല്ല, മറ്റായാലും എടുക്കാം. പിന്നെ ഇതെന്നാന്നോ ഇച്ചിരി മഞ്ഞപ്പൊടിയാന്നേ. ഈ മഞ്ഞപ്പൊടി എന്നാത്തിനാന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടി ഇട്ടാൽ ബേസിക്കലി ഒരു ആൻറ്റിസെപ്റ്റിക് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനകത്ത് ഇത് ഇട്ടൊന്നും പറഞ്ഞ ദോഷമൊന്നും വരികയില്ല കേട്ടോ. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇതും എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻസ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് കേരളയിലെ ആൾക്കാരായതുകൊണ്ടും കുറച്ച് നമ്മൾ അവരെ പോലെയൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ മിക്കവർക്കും പിടിക്കുകയില്ല. അന്നേരം ഇച്ചിരി ഒരു ഇന്ത്യൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടി, അതെന്നാന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമല്ല, ഒരു ഇച്ചിരി ഒന്നിടും. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി, ഇതെല്ലാം 50 grams. പിന്നെ വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ഇതെന്നാന്നറിയോ, ഇത് ബാർബിക്യൂ സോസാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 സോസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചൈനീസ് അല്ല എന്നാ വേണേലും ചെയ്യാം, പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മളൊരു ഇച്ചിരിയും കൂടി ഒന്ന് ഫോർവേഡായിട്ട് പോണ്ടേ. എന്നും നമ്മളൊരു 3 സോസ് നിന്നാൽ ഒക്കുകയില്ല. അതുകൊണ്ട് ഒരു ചെറിയ ബോട്ടിൽ ഒരു ബാർബിക്യൂ സോസും കൂടെ വാങ്ങിച്ച് വെച്ചോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയോ, നമുക്ക് ഇതേപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഇച്ചിരി ഉപ്പ് അത് മതി. എന്നാന്നോ ഇതിനകത്ത് ഇന്ദുപ്പുണ്ട്. അന്നേരം എല്ലാ ഉപ്പും കൂടെ ആകുമ്പോഴത്തേന് ഇത് ഭയങ്കര ഉപ്പായി പോകും, അതുകൊണ്ട് വേണ്ട. ഇതിന് ഇനി ഒരു കോമ്പിനേഷനുണ്ട്. എന്നാന്നോ പൊട്ടറ്റോ സാലഡാണ് വേണ്ടിയേ. അത് പൊട്ടറ്റോ സാലഡ് ഉണ്ടാക്കാൻ വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. അതെന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉരുളക്കിഴങ്ങും ഒരു എന്നാ പറയുന്നത് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ പച്ചമുളക് 1 അല്ലെങ്കിൽ ഒരു അരയോ എന്നേലും ആ എരിവ് അനുസരിച്ച് ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഈ 3 കൂടെ മയോണൈസിൽ മിക്സ് ചെയ്യണം. മയോണൈസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ എപ്പോഴും ആലോചിക്കേണ്ട എന്നാന്ന് വെച്ചാൽ
ആ കൺസിസ്റ്റൻസി കുഴഞ്ഞിങ്ങനെ എന്നാ പറയുന്ന ഒരു ഇതായി വരുന്നത്, കുറച്ചൊരു സോസ് കൺസിസ്റ്റൻസി വരണം. അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സോസായത്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, കുരുമുളക്, ഒരു നുള്ള പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നേരം അതുപോലെ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു സാലഡായത്. ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാറ്റ സോസ് മാതിരി അത് ഉണ്ടാക്കി വെച്ചാലും മതി. ഡിപ്പെൻസ് അപ്പോൺ യു. ഈ പറഞ്ഞ പോലെ ബ്രായ് ചിക്കൻ മാത്രം ഉണ്ടാക്കിയാൽ ഒക്കുകയല്ല കേട്ടോ. ബ്രായ് ചിക്കൻ ഒത്തിരി എളുപ്പമാണ്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളാണ് ഇച്ചിരി ഒരു മെനക്കേടെന്ന് പറയുന്നത്. പക്ഷേ മെനക്കേടൊന്നും അല്ല. നമുക്ക് തോന്നും ഇത്രയും സാധനം ഉണ്ടാക്കിയാലല്ലേ കൊടുക്കാനൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അവർ പറഞ്ഞു തന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കണ്ടേ. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചമ്മന്തി ആയത്. ഈ ചമ്മന്തിക്ക് എന്നാന്നറിയോ പ്ലസ് പോയിന്റ്? ഇതെന്നാന്ന് വെച്ചാൽ ചീത്തയാവുകയില്ല. ഒരു മിനിമം 1 വീക്കെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഇരിക്കും. അങ്ങനത്തെ ഒരു ചമ്മന്തിയായി. ഇതിനെന്നാക്കിയാണ് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സവാളയില്ലേ, ഒരു സവാള ഒരു 5 എണ്ണം, അതായത് ഒത്തിരി ഉണ്ടാക്കി വെക്കാനാന്നേൽ ഒരു 5 സവാള, 5 സവാളയ്ക്ക് 10 പച്ചമുളക് കണക്ക്. പിന്നെ ഇച്ചിരി ഇഞ്ചി വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ, പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുന്നത് വാളംപുളിയില്ലേ, സാമ്പാറിനൊക്കെ ഒഴിക്കുന്നത്, അതൊരു ഇച്ചിരി. അതും കൂടെ പുളിയൊക്കെ നോക്കി വെച്ച്, അതെന്നാന്ന് വെച്ചാൽ ഒത്തിരി പുളിയൊന്നും പറയുകയില്ല. ഈ പുളിയും ഇതെല്ലാം ഒഴിക്കുന്നതുകൊണ്ടാണ് അത് ഇച്ചിരി കുറച്ച് നാൾ ഇരിക്കുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുത്തേക്കുന്ന ഒരു ചമ്മന്തി ആയത്. ഇത് നല്ലതാട്ടോ, ചെയ്ത് നോക്കണം. നല്ലൊരു കോമ്പിനേഷൻ. അത് ബ്രായ്ക്ക് മാത്രമല്ല, നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് നിന്നിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അരച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എടുക്കാം. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്കിനി ഇത് അരച്ച് പരട്ടാം. ചിക്കനകത്തൊക്കെ നമ്മുടെ ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, നമ്മുടെ മീനൊക്കെ വരയുവേലേ എന്ന് പറഞ്ഞ കൂട്ട് ചിക്കൻ ഒന്ന് വരഞ്ഞു വെക്കണം. അതാ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളത് മീനൊക്കെ വരയുന്ന കൂട്ട് ഞാൻ എൻ്റെ ചിക്കൻ നല്ലതായിട്ട് വരഞ്ഞു വെച്ചേക്കുവാന്നേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ, അതായത് നമ്മുടെ ആ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇല്ലേ, ഇതിപ്പോൾ ഞാൻ ചതച്ച് വെച്ചേക്കുക. പക്ഷെ ചതച്ച് വെച്ചാൽ നമ്മുടെ ആ എന്നാ പറയുന്നത് ആ ചിക്കനിലോട്ട് പിടിക്കുകയില്ല. അന്നേരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, അത് മൂന്നും കൂടെ നല്ല മഷി പോലെ ഞാനൊന്ന് അരച്ചെടുക്കണം. ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ ഒക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഈ ചിക്കൻ അങ്ങ് ഇടുക. ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് വേണ്ടിയതല്ല, രമണിയൻ്റെ കണ്ട വഴക്ക് പറയും. പക്ഷേ എന്നാലും എനിക്കൊരു തൃപ്തിക്കാട്ടോ എന്ന് വെച്ച് ഈ അരച്ചു വെച്ചേക്കുന്നില്ലേ അത് ഇതിനകത്തോട്ട് ഇടും. ഇത് നല്ലതായിട്ട് പെരട്ടി വെച്ച് ഒരു നുള്ള ഉപ്പിട്ടേച്ചാൽ മതിയേ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ബ്രായ് പൗഡറിനകത്ത് ഇച്ചിരി ഉപ്പ് നമ്മൾ ചേർക്കുന്ന, ഇന്ദുപ്പ് ചേർക്കുന്ന, അതുകൊണ്ട് പിന്നെ എന്നാന്നറിയാം എല്ലാം കൂടെ ഉപ്പായിട്ട് അങ്ങ് കൂടും. ആൻറ്റി പറയുന്നത് എന്നാണെന്നറിയാവോ, ശരിക്കും ഇതൊക്കെ അവിടെ ആയതുകൊണ്ട് അവർ ഇത്രയും മാത്രമേ മാരിനേറ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബ്രായ് പൗഡറും അതെത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ശരിക്കും ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിനുള്ള പൗഡറാണ് നമുക്കത് വേണ്ടിയത്. ഇതിപ്പം ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ആ ബ്രായുടെ പൗഡർ നമ്മൾ അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുവാന്നേൽ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പം ഞാൻ ദേ ഇതും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും
ഈ വെളിയിലൊക്കെ ഓക്കെ ആന്നേ, പക്ഷെ നമ്മൾ ഈ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് അന്നേൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നാ പറയുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇതിനകത്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി വെച്ചതിൻ്റെ ഒരു സുഖം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും പിടിച്ചില്ലെന്ന് വരും. പക്ഷേ എന്നാന്നോ അതിനകത്ത് നമ്മൾ ഈ കുറച്ചൊക്കെ മാറ്റം വരുത്തുന്നത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് കുറച്ച്, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇടാൻ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മുളക് പൊടി മാത്രമേ ഇടത്തുള്ളൂ. അതല്ല ചിലപ്പം ഈ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, കുറച്ച് മസാല ഇടാം. മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രായ് ചിക്കൻ എന്ന് പറയുന്ന അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാതെ വരും. അപ്പം അത് ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിന് എന്നേലും വ്യത്യാസം വേണമെങ്കിൽ ചേർത്തോണം. ഇതിപ്പോൾ പക്ഷേ നല്ല ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മളെല്ലാം തേച്ച് പിടിപ്പിച്ചേക്കുമല്ലേ ചിക്കനകത്തോട്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നേരം ഒന്ന് എന്നാ പറയുന്നത് ഇറച്ചിയാന്നേലും അതിലൊന്നും പിടിക്കണം. നമ്മൾ വേവിക്കാത്തതുകൊണ്ടേ അത് കുറച്ച് നേരം സമയം കൊടുക്കണം. എന്തായാലും അത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ എല്ലാവരും പറയുന്നത് പെട്ടെന്ന് ആ മാരിനേഷനും നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് എന്തായാലും നേരം കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. ഞാൻ എൻ്റെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇച്ചിരി സമയം കൊടുത്തേക്കുക. അന്നേരം നമ്മളൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്നാ പറയുക നമ്മുടെ ചിക്കൻ അന്നേരം ഒന്ന് പിടിച്ച് വെച്ചേക്കുവാന്നേ. അതൊന്ന് എടുത്തു നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, അത് നല്ലതായിട്ട് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ തന്നെയാണ് വീട്ടിൽ ചെയ്തേ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നേ. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്നാണെന്നറിയോ, ഈ ചിക്കൻ ഉണ്ടാക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്നാന്നറിയോ, അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ശരിക്കും വേവിച്ചൊന്നുമല്ല എടുക്കുന്നത്, ഇത് ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. അന്നേരം എന്നാണെന്നറിയോ, ഈ ചിക്കനകത്തുള്ള ഒരു കൊഴുപ്പെന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് ഫുള്ള് ഇതിനകത്ത് നമ്മൾ ആ ഗ്രില്ലിൽ വെക്കുമ്പോഴത്തേന് ഫുള്ളിങ്ങനെ ഊസ് ഔട്ട് ആയി പോകും. സെക്കൻഡ് ഡിസ്അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇപ്പം ഈ ഗ്രില്ലൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടേലേ എന്നാന്നറിയോ എളുപ്പമാണ്. ഇപ്പം ആൻറ്റിയൊക്കെ പറയുന്നതെന്നു വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ അവർ മിക്കപ്പോഴും ഒക്കെ പാർട്ടിയൊക്കെ നടത്തുമ്പോഴത്തേന് അതിനായിട്ട് പ്രത്യേകം ബാർബിക്യൂ സ്റ്റൗ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് നോക്കൂ അതൊക്കത്തുണ്ട്. നമ്മൾ എന്നാ ചെയ്യും, ഞാൻ ആദ്യം ചെയ്തത് അങ്ങനെയാണ്, ചിരിക്കരുത് സംഭവം. പക്ഷേ ഹിറ്റാ അന്ന് വെച്ച് ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്കത് എന്നാ പറയുന്നത് പഠിക്കുന്ന സാധനമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നാ ചെയ്തെന്നറിയോ, നല്ലൊരു ചെടിച്ചട്ടി എടുത്തു, ഉപയോഗിച്ചതല്ല പുതിയത് മേടിച്ചു. എന്ന് വെച്ച് അതിനകത്തോട്ട് മുഴുവൻ നമ്മുടെ കൽക്കരി നിറച്ചേച്ച് ഞാനത് കത്തിച്ച് അതിനെ എന്നാ പറയുക നല്ല കനലാക്കി എടുത്തേച്ച് അതിൻ്റെ ആ ചട്ടിയുടെ അറ്റത്തൊക്കെ അടിയിലാന്നേൽ വെള്ളം പോകാനായിട്ടുള്ള ഓട്ടയൊക്കെ ഇല്ലേ, അതുവഴിയൊക്കെ ഊതി അതിനെ നല്ല കനലാക്കി എടുത്തേച്ച് ഈ എന്നാ പറയുന്നത് ആ ഒരു കമ്പിയുടെ വട്ടത്തിൽ മുറിച്ചേച്ച് അതതിൻ്റെ മേളി വെച്ചു. ആ മേളി വെച്ചേച്ച് ഇത് ഞാൻ സൂപ്പറായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു. പക്ഷേ അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ സംഭവം പഠിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്നാണെന്നറിയാമോ, കൽക്കരിയിൽ ബേസിക്കലി കാർബൺ ഉണ്ട്. ഈ കാർബൺ നമ്മുടെ ദേഹത്തോട്ട് പോയാൽ ഇച്ചിരി ചീത്തയാണ്. അതുകൊണ്ട് ഇതിൻ്റെ രുചി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഈ ഗ്രില്ല് മേടിച്ചു. ഏത് നേരം അത് തിന്നണ്ടേ. അപ്പോൾ ഇറച്ചി എന്നാ പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് എണ്ണയൊന്നും ചേരുന്നില്ല, ഈ സാധനങ്ങളൊക്കെ ചേരുന്നുള്ളൂ. അപ്പോൾ എന്നാ ഹെൽത്തിനും കുറച്ച് നല്ലതാണ്. പക്ഷെ കൽക്കരിയിലിടുമ്പം ഞാൻ എപ്പോഴും തിന്നാൻ പറയുകയില്ല. നല്ലപ്പോൾ ഒരിക്കൽ തിന്നേച്ചാൽ മതി കേട്ടോ. എപ്പോഴും തിന്നേച്ച് എന്നെ കുറ്റം പറഞ്ഞേക്കരുത്, കാർബൺ ചീത്തയാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കൽക്കരി ഇല്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ എന്നാ പറയുന്നത് ആ ഗ്രില്ലിംഗ് മെഷീനിലോട്ട് തന്നെ വെക്കാൻ പോവാണേ. ഇനി ഇതിന് നമുക്ക് കുറച്ച് സമയം കൊടുത്ത് നമുക്ക് അതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കുക. ഇനി എന്നാണെന്നറിയാമോ, ഈ ബ്രായ് ചിക്കൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 സോസ്, ആ സോസ് ഒന്ന് മിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ബൗൾ എടുത്തിട്ട് വരട്ടെ. ബാർബിക്യൂ സോസ് ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, ചില്ലി സോസും ഇതേപോലെ 3 ടേബിൾ സ്പൂൺ,
ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതിനെ നല്ലതായിട്ട് ഇളക്കണം. ഇത് നമ്മൾ ഒരു വശം ഇങ്ങനെ ഗ്രില്ലായി വരുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സോസ് ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ ഗ്രില്ല് ഇതിൽ വെക്കുവാണെങ്കിൽ ഇച്ചിരി നേരം എടുക്കുവേ. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്ഷമയോടുകൂടി നമുക്കിത് എപ്പോഴും തിന്നണ്ടല്ലേ, അന്നേരം പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലേ. ഈ ഒരു വശം ഒന്ന് ഗ്രില്ലാവട്ടെ, അന്നേരം നമുക്ക് മറിച്ചിടുമ്പോഴത്തേക്ക് സോസ് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ ഗ്രില്ല് അതിനകത്ത് വെച്ചേക്കുമല്ലേ, ഇതിനിപ്പോൾ ഇവിടെ ഇരുന്നാവട്ടെ. ഇതിന് ഇച്ചിരി നേരം എടുക്കുക. ഗ്രില്ലിലാകുമ്പോഴുണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിക്കുന്നൊന്നുമില്ലല്ലോ, അന്നേരം അത് ഇച്ചിരി ഇരുന്ന് പതുക്കെ അത് വേവത്തുള്ളൂ. പക്ഷേ ഈ നേരം കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഈ ജ്യൂസ് എന്നാണെന്നറിയാവോ? ശരിക്കും അത് എൻ്റെ ആരാ പഠിപ്പിച്ചെന്നറിയാവോ? എനിക്കൊരു കുഞ്ഞനിയത്തിയുണ്ട്, ഒരു സാൻഡ്ര, അവളാണ് എന്നെ പഠിപ്പിച്ചത്. എങ്ങനെയാ പഠിച്ചതെന്ന് വെച്ചാൽ അവൾ ബേസിക്കലി അവളെന്നല്ല മിക്ക പിള്ളേരും സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകും അല്ലേ. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ധൃതി പിടിച്ച് ഓടുന്ന സമയത്ത് നമ്മളെ പോലെ അമ്മമാരാണെങ്കിൽ പുറകെ നടന്നേച്ച് എന്നാടാ ഒന്ന് തിന്നേച്ച് പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തിക്കയറ്റും വായിക്കാത്തോട്ട്. ആ നേരം ഉണ്ടെങ്കിൽ എടാ ഒരു ജ്യൂസ് ഉണ്ടടാ, ഷേക്ക് ഉണ്ടടാ, കുടിച്ചേച്ച് പോകുമെന്ന് പറഞ്ഞാൽ ഒരു ബഹളവും വേണ്ട, നമുക്ക് BP കയറുവേല, തലവേദനയും കയറുവേല, ഒന്നുമില്ല. പക്ഷേ എന്നാൽ ഇത് ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോണം. കാര്യം എന്താണെന്നറിയോ, ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാണെങ്കിലും പരീക്ഷിക്കാം. ചില സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉണ്ടല്ലോ 5 മണിക്ക് എണീക്കേണ്ടത് ചിലപ്പോൾ 5:30 ആയെന്നിരിക്കും, ചിലപ്പോൾ 6 ആയെന്നിരിക്കും. പിന്നെ വെപ്രാളാ, അതെടുക്കട്ടോ ഇതെടുക്കട്ടോ, പിന്നെ അവസാനം ബ്രെഡിൽ നിൽക്കും. ഈ പറഞ്ഞ കൂട്ട് പിള്ളേർ മിക്ക പേരും അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല, ഇതേ ഉള്ളോ എന്നൊക്കെ ചോദ്യം നമ്മൾ നിത്യം കേൾക്കുന്നതല്ലേ. അന്നേരം നമ്മളും ഈ പറഞ്ഞ പോലെ പിള്ളേരെ പറ്റിക്കാൻ പഠിക്കണം. പക്ഷേ ഇത് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയം അമ്മമാർ മാത്രം കണ്ടാൽ മതി, പിള്ളേരെ കാണിക്കരുത്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതും കുടിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്നാ ചെയ്യണമെന്നറിയോ, നമുക്ക് അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പഴമൊക്കെ പിള്ളേരുടെ മുന്നേ എടുത്ത് വെച്ച് കൊടുത്താൽ അമ്മ പഴം വേണ്ട എന്ന് പറയും. പക്ഷെ എന്നാൽ ഇത് ജ്യൂസാക്കി ചെല്ലുമ്പോഴുണ്ടല്ലോ അവർ ചുമ്മാ കുടിച്ചോളും. ഇതെന്നാന്ന് വെച്ചാൽ ഞാലിപ്പൂവും പഴവ, എന്നാന്ന് വെച്ചാൽ രസകദളി പഴവ. ഇത് ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഒത്തിരി സീസണല്ല, അന്നേരം ഒരു ഓറഞ്ച് മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ആപ്പിള്. പിന്നെ വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ പോമിഗ്രാനൈറ്റ്. ഇതെന്നാന്നോ നല്ലൊരു എന്നാ പറയുന്നത് ഒരു ഫ്രൂട്ടല്ലേ. വേറൊരു കാര്യം ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഈ ഞാൻ ഉൾപ്പെടെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ കരുതുന്ന ഒരു സാധനമുണ്ട്, കോൺഫ്ലെക്സ്. അതൊരു ശക്കല മതി. എന്നും നമ്മൾ കോൺഫ്ലെക്സും പാലും കൊടുക്കുമ്പോൾ പിള്ളേർ പറയും, ഇന്നും ഇത് തന്നെയാണെന്നോ അമ്മ നേരത്തെ എണീറ്റില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇച്ചിരി കോൺഫ്ലെക്സ് എടുത്തു. പിന്നെ വേണ്ടി ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഓപ്ഷനില്ല, മസ്റ്റൊന്നുമല്ല. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ ഇച്ചിരി പഞ്ചസാര ഇട്ടേച്ചാലും മതി. അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി പഞ്ചസാര വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്. പിന്നെ നമ്മുടെ പിള്ളേരോടൊക്കെ ഉണ്ടല്ലോ എന്നാ ചെയ്യലെന്ന് പറഞ്ഞാൽ അതേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി തണുത്ത പാലുണ്ട്, അല്ലാതെ തന്നെ സാധാ വാം മിൽക്കല്ല, തണുപ്പ് പോവേ പാൽ, ഫ്രോസണും അല്ലാത്തതും. അത് 50-50 ഒരു കവർ എടുക്കുകയാണെങ്കിൽ ആ 50-50 ബേസിസിൽ എടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കണം, നല്ലൊരു ഷേക്കാക്കി എടുക്കണം, അത്രയും. ഇനി ഇച്ചിരി ഞാൻ പോമിഗ്രാനൈറ്റ് കുറച്ച് വെച്ചേക്കും. എന്നാന്നോ നമുക്ക് ഇച്ചിരി മേളിലൊക്കെ നമ്മുടെ കലാബോധം ഇടണ്ടേ. മൂന്ന് പഴമാണ്, 3 ഞാലിപ്പൂവും പഴമാണ് വെച്ചേക്കുന്നത്. ഇതിനെ ഞാൻ ആദ്യം മറ്റേ സാധാ പാൽ വെച്ചേച്ച് ഇത് അടിച്ചു വരുമ്പോഴത്തേക്ക് കണ്ടോ നല്ല ലാവൻഡർ ഷെയ്ഡാണ് ഇതിന്. അന്നേരം ഇത് അടിച്ച ഉടനെ കൊടുത്തോണം.
ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിറമൊക്കെ മാറും. പിന്നെ നിങ്ങൾ ആലോചിക്കത്തില്ലേ ഞാൻ ഇത്തിരി ഹെൽത്തി ഫുഡൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന എന്നാത്തിനാന്ന്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരാന്നറിയാവോ? ശ്രീജിത്ത് IPS വൈഫും ഇവിടെ വരുന്നത്. സാറ് ശരിക്കും ഒരു നമ്മുടെ മീഡിയയിലൊക്കെ ഒരു ഹീറോ തന്നെയാണ്. അന്നേരം പിന്നെ ഇച്ചിരി ഒരു സ്പെഷ്യലായിട്ടൊക്കെ കൊടുക്കണ്ടേ. നമ്മളും ഒക്കെ എന്നാ പറയുന്നത്, ഓരോ സിനിമയൊക്കെ കാണുമ്പോഴത്തേന് നമ്മളും ആലോചിക്കത്തില്ലേ ഓ ഈ ഹീറോ ഇസ് ഗുഡ്, അല്ലെങ്കിൽ അതിലെ മാതിരിയൊക്കെ നമുക്കും പറയാനൊക്കെ തോന്നും. സംബോട്ട് ഹീസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു സ്പെഷ്യലായിട്ടും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്ര ഹെൽത്തി ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കിയേ. ഇതിനകത്തോട്ട് ഫ്രോസണിനകത്തെ ഒരു അര മതി, എന്നാലും ഞാൻ ഇച്ചിരി തണുപ്പ് കൂടിക്കോട്ടെ എന്ന് വെച്ചാൽ ഇച്ചിരി കോൺഫ്ലെക്സ്. ഇനിയാ നമ്മൾ പഞ്ചസാരയാണോ ഈ പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്ക് ആണോ വേണ്ടിയെന്നുള്ളത് ഇപ്പം തീരുമാനിക്കണം. കണ്ടൻസ് മിൽക്കിന് രുചി കൂടും. പിള്ളേർ അറിയല്ലേ, നമ്മൾ വീട്ടിൽ എന്നതേലും ഇതൊന്ന് പൊട്ടിക്കുവാന്നേൽ പിള്ളേർ നമുക്ക് ആ പാലിനകത്ത് ഒഴിക്കാൻ തരികയില്ല. അതിന് പകരം ഇതങ്ങ് എടുത്തോണ്ട് പോകും. ഇതിപ്പോൾ ഞാൻ വലിയ ടേബിൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സാ, അതുകൊണ്ട് എനിക്ക് അറിയാൻ മേല ഫ്രൂട്ട്സും ഒക്കെ വരുമ്പോഴത്തേനുള്ള മധുരം എത്രയാണെന്ന് അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ഡ്രിങ്കും പിന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കനും. ഇത് വീട്ടിലുണ്ടാക്കാൻ മേലേ. ഇപ്പം എന്തായാലും ഇത് ചിൽഡ് ആയിട്ടിരിക്കുന്ന ഏറ്റവും നല്ല. ഞാൻ എന്തായാലും ഇതൊന്ന് ഫ്രിഡ്ജ് വയ്ക്കും. ഇപ്പം തന്നെ എൻ്റെ ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ ഗ്രില്ലിൽ എന്നാ പറയുന്നത്, എൻ്റെ ചിക്കനെല്ലാം ഗ്രില്ലിലിരിക്കുക. അന്നേരം ഈ പറഞ്ഞ കൂട്ട് ഇതൊന്ന് വൃത്തിയാക്കി എൻ്റെ കലാബോധമൊക്കെ സൃഷ്ടിച്ച് ഗസ്റ്റ് വരുമ്പോൾ ഇമ്പ്രഷൻ കളയരുതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെയാണ് എനിക്ക് ഒന്ന് പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം തരണം. നമ്മുടെ ബ്രൈ ചിക്കനും നമ്മുടെ സ്പെഷ്യൽ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്ഥിരം പറയുന്ന പോലെയാണ്, എൻ്റെ ഒരു കലാബോധം ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിലും കൂടുതൽ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന സാറിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാ. സാർ ഇവിടെ ഓൾറെഡി നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ സാറിനെ പറ്റി പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിലും യൂത്തിൻ്റെ ഇടയ്ക്കും ഒക്കെ സാർ ഒരു ഹീറോ ആണ്. പക്ഷേ എന്നാൽ ഇത്ര സത്യസന്ധമായിട്ട് കേസസൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ, ചില സർട്ടൻ സിറ്റുവേഷനിൽ സാർ വില്ലനും ആയിട്ടുണ്ട് ചില സ്ഥലത്ത്, ചിലർക്കൊക്കെ. ഒരു നായകൻ്റെയും വില്ലൻ്റെയും ഒക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കാനും നല്ല രസമാണ് അല്ലേ. അന്നേരം ഈ പറഞ്ഞ കൂട്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് സ്പെഷ്യലായിട്ട് ഒരു ഡിഷ് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിലെ ചിക്കൻ ആണെങ്കിലും സൗത്ത് ആഫ്രിക്ക ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു സ്റ്റാർട്ടർ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് എന്തായാലും സാറിന് സെർവ് ചെയ്തിട്ട് സാറിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. പേടിച്ചിട്ടൊന്നും അല്ല, അതിഥി ദേവോ ഭവ അല്ലേ. അപ്പൊ അതിഥികളെ സൽക്കരിച്ചതിന് ശേഷം ഞാൻ പതുക്കെ നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ഫുൾ എനിക്ക് തിന്നാലോ ആ രീതിയിൽ. അയ്യോ അന്ന സന്തോഷാട്ടോ, ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിഷ് അത്രയും സന്തോഷത്തോടെ കഴിക്കുന്ന കാണുമ്പോ ഒത്തിരി സന്തോഷം തോന്നും. ചിക്കു അല്ല, ഗസ് ചെയ്തോളൂ, ഒരു കോൺടെസ്റ്റ് പോലെ. ഒന്ന് ചുമ്മാ പറഞ്ഞു നോക്കി. ചേച്ചി ചിക്കു അല്ലാന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോ അങ്ങനെ പറയരുത്. അല്ലല്ല, വേറെ ഒരു എക്സ്ട്രാ ടിഞ്ച് ഉണ്ട് അതിന്റെ. കണ്ടുപിടിക്കാൻ വെക്കോ? ബട്ടർ ഫ്രൂട്ട് ഉണ്ട്. ഈ ചിക്കുവിന്റെ ശരിക്കും ഫ്ലേവർ ഫീൽ ചെയ്യുന്നത്. തോറ്റോ സുല്ലിട്ടോ, പിള്ളേരോടൊക്കെ ചോദിക്കുന്നല്ലേ തോറ്റോ സുല്ലിട്ടോ എന്ന് പറയാൻ ഞാൻ പറഞ്ഞുതരാം. തോറ്റല്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ കണ്ടുപിടിച്ചതാണ്. എൻ്റെ കുഞ്ഞനിയത്തി ഉണ്ട്, അവള് കണ്ടുപിടിച്ചത്. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് പോമിഗ്രാനൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഞാലിപ്പൂവും പഴമില്ല അത്, പിന്നെ രസകദളി പഴം, പിന്നെ കോൺഫ്ലെക്സ്, ഇച്ചിരി പാൽ.
ഇത്രയും ചേർത്ത് പഴം മാത്രമേ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷാജ ഷേക്കിന്റെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട് ആപ്പിളിന്റെ ഒരു ചെറിയ ഇത് വന്നിരുന്നു എനിക്ക്. ഇല്ലേ? അപ്പം എല്ലാം ഹെൽത്തി ആയിട്ടല്ലേ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ പിന്നെ പിള്ളേരും അഥവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ വേഗം കുടിക്കും. അല്ലാതെ പഴം കൊണ്ട് കൊടുക്കുകയോ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുത്തോ 100 ന്യായവും പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. പ്ലേറ്റിലെടുത്തിട്ടാണോ കഴിക്കുന്നത്? ആ വെരി മച്ച് സർ. കഴിക്കട്ടെ? ഓ പിന്നെന്താ. ഇതിന്റെ കോമ്പിനേഷനാ സർ. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാ. അത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന കൊണ്ട് തേങ്ങ അരച്ച ചമ്മന്തി ഒന്നും അല്ല. അവര് ഉണ്ടാക്കുന്ന ചമ്മന്തിയാ. ചിലപ്പോൾ ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയാൻ മേല. ഇത് കുറച്ച് സാധാ നമ്മുടെ സാലഡാ. പിന്നെ ഇത് പൊട്ടറ്റോ സാലഡാണ് അവര് ചെയ്യുന്നത്. അത് അവർ ഇതിന്റെ ഈ ഒരു ബ്രൈഡ് കൂടെ അവർ സെർവ് ചെയ്യുന്ന സാലഡ്. മൈനീസ് ആണ് ഇത്. ആ മൈനീസ്. എന്നാ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ചേച്ചി നമ്മളൊക്കെ വീട്ടിൽ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഫിഷ് ഫിംഗർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കട്ട്ലേറ്റ് ഇതൊക്കെയല്ലേ. ആനീസ് കിച്ചണിലൂടെ നമ്മുടെ വീട്ടമ്മമാരും കൂടി ഇച്ചിരി ഒരു ഡിഫറെന്റ് ആയിട്ട് പഠിക്കട്ടെ. മസാല ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ ഒരു ബ്രായ് എന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട് അവർക്ക് അവിടെ നിന്ന് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മാത്രമേ ഉള്ളൂ. മെനക്കെടേയില്ല. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായത്. പിന്നെ ആ ബ്രൈഡ് പൊടി മാത്രം ഇവിടെ കിട്ടാൻ ഇച്ചിരി പാടാ. പക്ഷെ അതിന് എന്നൊക്കെയാ വേണ്ടിയെന്നുള്ളത് ഞാൻ പറയാം. അതനുസരിച്ച് നമ്മൾ അത് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇഞ്ചിയുടെ ഒരു ടിഞ്ച് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ഡിഷ് ആക്കണം എന്നുണ്ടെങ്കിൽ മസാലയോ എന്നേലും ചേർക്കാം. അപ്പൊ ഈ ഒരു ഫ്ലേവർ വരി വേല അല്ലേ. സാറിന് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാ സാർ ഇഷ്ടം? എല്ലാം ഇഷ്ടം. ആണോ? വെജ്, നോൺ വെജ്, ഫിഷ്? പിന്നെ ചുരുക്കം പറഞ്ഞാൽ എനിക്കൊന്ന് ചേച്ചി നല്ല പാചകക്കാരി ആയിരിക്കും. എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആണോ? ചേച്ചി എന്നൊക്കെയാ ചെയ്യുന്നത്? ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യും. ചിലപ്പോൾ ബുക്കൊക്കെ നോക്കിയിട്ടും ചിലപ്പോൾ ഒരു സെൽഫ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്താറുണ്ട്. ഏറ്റവും സക്സസ് ചെയ്തേതാ ചേച്ചി? വെജാ നോൺ വെജാ? അപ്പൊ നല്ല കൈപ്പുണ്യമുള്ള ചേച്ചിയാ. ചേച്ചിയെ ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞുതരാമോ ഇതൊക്കെ? അതിന്റെ ഇടയിലാ ഞാൻ ഈ സൗത്ത് ആഫ്രിക്കയെ കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. വെച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇച്ചിരി ഒരു സൗത്ത് ആഫ്രിക്കയായിട്ട് ചേച്ചി, ഇത്ര കൈപ്പുണ്യമുള്ള ചേച്ചിയുടെ മുമ്പിലേ ഈ സൗത്ത് ആഫ്രിക്കയും കൊണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അവൾ എന്ത് വെച്ചാലും ടേസ്റ്റാ ചേച്ചി. ഞങ്ങൾക്കും കൂടെ കുറച്ചൊക്കെ ടിപ്പ് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും വലിയ ഹോബിയാണ് ഈ പല സ്ഥലത്തും പോയി പല ഫുഡും കഴിക്കുക. ഈ പുതിയ ഫുഡൊക്കെ വരുമ്പോൾ സാർ ടേസ്റ്റ് ചെയ്ത് നോക്കും? റിസ്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? ദുബായിൽ എമിറേറ്റ്സ് മോൾ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കുറേ കൺട്രീസിൻ്റെ നിരന്തരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കയറി 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 കഴിക്കാം. ഏറ്റവും നല്ല മെഡിറ്ററേനിയൻ ഫുഡാണ്. മെഡിറ്ററേനിയൻ ഫുഡാണ് ഏറ്റവും കൂടുതൽ റോ ആയിട്ട്. റോ എന്ന് പറഞ്ഞാൽ എല്ലാം ഇതുപോലെ റോ അല്ല, ഒരുപാട് ലീഫി വെജിറ്റബിൾസും ലീവ്സും ഉപയോഗിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നവരാ. അപ്പോൾ സാർ ഇങ്ങനെ നമ്മൾ ഒത്തിരി ഭക്ഷണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹെൽത്ത് പ്രശ്നമൊന്നുമില്ലേ? ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. ഞാനും ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ട് ഈ രൂപത്തിൽ ഇരിക്കണമെങ്കിൽ എന്തും വേണ്ടി കഴിക്കുന്നതെന്ന് ആലോചിച്ചോണം. ഞാൻ ദിവസം രാവിലെ 1 മണിക്കൂർ ബാസ്കറ്റ്ബോൾ കളിക്കും. എന്നിട്ട് ഇവിടുന്ന് എന്താ പറയുക, ഞങ്ങൾ താമസിക്കുന്ന വഴുതിക്കേടാം, അവിടുന്ന് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം വരെ ഓടിയിട്ടാണ് കളിക്കുന്നത്. ഇത്രയും അധ്വാനിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇരിക്കണമെങ്കിൽ ഞാനൊക്കെ കുറച്ചൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. കാര്യം നമുക്കൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല. പക്ഷെ മടി എന്നൊരു സാധനം ദേഹത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുക. പിന്നെ നാളെ എന്നൊരു വാക്കുള്ളതുകൊണ്ട് പിന്നെ നാളെ തൊട്ട് ഞാൻ എക്സസൈസ്. അല്ല, അതിനെന്ത് ചെയ്യാമെന്നറിയാം, ഭക്ഷണം കഴിക്കാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്തിരിക്കും, കൂടുതൽ കഴിക്കാമല്ലോ. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മടിയാ. അതല്ല പോട്ടെ സാർ, ഒരു കാര്യം ചോദിച്ചിട്ടെ സാറിന് ഇപ്പം കുഞ്ഞുനാളിൽ പോലെ സാറിന് എന്നാ ആവാനായിരുന്നു ഇഷ്ടം? പോലീസ് ആവാൻ. ആണോ? വൈ? എൻ്റെ അച്ഛനൊരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു. അപ്പം അച്ഛനടുത്ത് ഒരുപാട് പോലീസുകാർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കഴിക്കട്ടെ? എന്റെ ദൈവമേ, ഒരു കുഴപ്പമില്ല. ഇതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഇവിടെ വരുന്ന ഗസ്റ്റ് എത്ര കഴിക്കാവുന്നല്ലോ. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഫുൾ കഴിച്ചാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. എന്താ പറഞ്ഞേ? കുഞ്ഞുനാൾ പോലെ അച്ഛനടുത്ത് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വരും ഈ പ്രതികളെ കൊണ്ടൊക്കെ. അപ്പം അന്ന് ആദ്യമൊക്കെ കുഞ്ഞുനാളിൽ ഫ്രം എ ഡിസ്റ്റൻസ് പോലീസ് എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ
മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പ്രതികളെ കൊണ്ടുവരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നോർമലി നമ്മളെയൊക്കെ ഒന്ന് ഓമനിക്കും. കാരണം മജിസ്ട്രേറ്റിൻ്റെ ഓമനിച്ച കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അന്ന് തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആംബിഷൻസൊക്കെ മാറി. ട്രെയിനിൻ്റെ എഞ്ചിൻ ഡ്രൈവർ ആവണമെന്നായിരുന്നു പിന്നെ ഒരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേ പോലീസ് വളരെ കുഞ്ഞില്ല പോലീസ് ആവണമെന്നൊക്കെ തോന്നിയത്. എഞ്ചിൻ ഡ്രൈവർ ആവാൻ തോന്നി എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സാധനം ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന ഒരാളല്ലേ, ഹാസ് ടു ബി വെരി ഇമ്പോർട്ടൻ്റ് എന്നൊരു തോന്നൽ വന്നു എനിക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബസ് കണ്ടക്ടർ ആണെന്ന് ഒരുപാട് കാശുള്ള ഒരാൾ. പിന്നെ കഴിഞ്ഞാൽ ഐ വാണ്ടഡ് അഗൈൻ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അഗൈൻ ഐ വാണ്ടഡ് ദ യൂണിഫോം. പക്ഷെ അന്ന് ഐ വാസ് നോട്ട് ഷുവർ എന്താ ആർമിയോ വേണോ നേവി വേണോ. ദെൻ ഐ ഫൈനലി ജോയിൻഡ് അപ്പ് വിത്ത് ദ കസ്റ്റംസ്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേവൽ NCCയിലുണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ശരിക്കും പോലീസ് എന്ന് തന്നെയുള്ള ക്ലിയറായിട്ടൊരു പിക്ചറായി. അന്ന് തൊട്ട് സിവിൽ സർവീസിൻ്റെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. പോലീസിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എനി റീസൺസ് ബിഹൈൻഡ് ദാറ്റ്? നോ. സീ ഐ യൂസ് ടു ലൈക്ക് പോലീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പം പോലെ കണ്ട് ശീലമുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓരോ ഡിസിഷൻസും ഭയങ്കര നിർണായകമായിരിക്കും. അതെനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ടെററൈസ് ചെയ്തിരുന്നത് ഞങ്ങൾ കോളേജിനടുത്തുകൊണ്ട് തന്നെ SI ആണ്. അപ്പോൾ SIക്ക് ഇത്രയും പവറാണെങ്കിൽ IPS എന്തായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു. പക്ഷെ അന്ന് അറിഞ്ഞുകൂടാതെ പോയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പവർ വെറുതെ കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും ഒരുപാട് തലവേദനയും ഇതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളത് ഇപ്പോൾ അനുഭവത്തിലാണ് മനസ്സിലായത്. സാറിൻ്റെ ലൈഫിൽ ഇങ്ങനെ ശരിക്കും ഞാനൊക്കെ ഈ IPS ഓഫീസർ എന്നൊക്കെ പറയുമ്പം ഏട്ടൻ്റെ പടത്തിൽ സുരേഷ് ചേട്ടനൊക്കെ ഇങ്ങനെ കമ്മീഷണറായിട്ട് വന്ന് ചവിട്ടി പൊട്ടിച്ച് ബഹളം വെച്ചൊക്കെ വരുന്ന കാണുന്നത് അല്ലേ സർ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ മന്ത്രിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച വെച്ച് വർത്താനം പറയുക അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുകയോ അങ്ങനെ കയ്യടി മേടിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഞങ്ങളുടെ ജീവിതം ഇതുപോലെ നരകതുല്യമാക്കിയതിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. എന്റെ ദൈവം തമ്പുരാനെ, സുരേഷ് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എന്താ സിനിമയിലെ പോലീസും യഥാർത്ഥ പോലീസും എന്നും പറഞ്ഞ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഞാനായിരുന്നു യഥാർത്ഥ പോലീസ്, അദ്ദേഹം സിനിമയിലെ പോലീസ്. അപ്പം ഇത് അദ്ദേഹത്തിന് മാത്രം സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പോയി ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് പോയി അടിക്കുകയും. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു ആക്ഷന് പോവുകയാണെങ്കിൽ നല്ലപോലെ ആളെടുത്തോണ്ട് പോകും. ഞങ്ങൾക്ക് ജീവന് പേടിയില്ലേ, ചുമ്മാ വെറുതെ അദ്ദേഹം ഒറ്റയ്ക്ക് പോയി പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് 25 പേര് ഒന്നിച്ചടിച്ചിട്ട് വരും. ഇപ്പം ഞങ്ങളുടെ ചെയ്യണമെന്ന് അറിയാം. നാട്ടുകാരുടെ വീണ്ടും പ്രതീക്ഷ എന്താ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപമാനവും കോംപ്ലിമെൻറ്റും രണ്ടും ഒന്നിച്ചാണ്. ഞാൻ കുന്നംകുളത്ത് ASP അണ്ടർ ട്രെയിനിങ് ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വരും. അപ്പം ഞങ്ങൾ SIയുടെ ഉത്തരവാദിത്തം SHO ആയിരിക്കുക. ഞാനുണ്ട്, ഒരു പോലീസുകാരനുണ്ട്, ഡ്രൈവറുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 3:30 ആകുമ്പോൾ പതുക്കെ ഓഫീസിലോട്ട് പോവുക. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഉണ്ട് ഒരു കട തല്ലി വിളിക്കുന്നത് 5-6 പേര് വന്ന്. പോലീസ് വണ്ടി വന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ഓടി വന്ന് വണ്ടി തടഞ്ഞു. ഞാൻ നോക്കിയപ്പം കാണുന്ന വെച്ചാൽ 6-7 കടാകടിയന്മാർ വാളും ഇട്ട് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കയ്യിൽ ആംസ് ഒന്നുമില്ല. ചാടി ഇറങ്ങി ഓടിച്ചത് ഞാൻ 2 പേരെയും പിടിച്ചു. എൻ്റെ കൂടുതൽ ഗൺമാൻ വേറൊരുത്തരെയും കൂടെ പിടിച്ചു. 3 പേരെ കിട്ടി. ബാക്കിയുള്ളവർ ഓടിപ്പോയി. ഒരുത്തൻ്റെ കയ്യിലെ വാള് ഫ്രീ ആണ്, ഞാൻ കാണുന്നുണ്ട്. അവൻ അതെന്നെ വെട്ടാം. അവൻ എന്തുകൊണ്ട് വെട്ടിയില്ല എന്ന് അവനും ദൈവം തമ്പുരാനും മാത്രമേ അറിയാവൂ. ഞാനീ ബഹളമൊക്കെ വെച്ച് എന്തൊക്കെയോ എന്നൊക്കെ ആക്കി കണ്ടൊക്കെ പേടിച്ച് ആളുകൾ. പോലീസിന് പേടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷമായി. അവിടുന്ന് അവരെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിലോട്ടൊക്കെ വന്ന് വീരസാഹസികമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. എല്ലാ ദൈവങ്ങളോടും നന്ദി പറയാം. പറ്റാഞ്ഞ ഒരു പത്രക്കാരൻ അപ്പം എന്നോട് ചോദിക്കുക, സാറേ സുരേഷ് ഗോപി സ്റ്റൈലാണല്ലോ. തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താ കാര്യം എന്നറിയോ? തല്ലുകൊള്ളാൻ ഞാനും പേര് സുരേഷ് ഗോപിക്കും. അത് ശരിയാണോ? ടെൻഷൻ അടിക്കാൻ ഞാൻ. സുരേഷ് ഗോപി സാറിന് ഒന്നും അറിയണ്ട. അദ്ദേഹം നേരെ പോയി തല്ലുകൊള്ള ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കും. ഇത് അപ്പോൾ നിങ്ങളീ പറയുന്ന എന്താ പിന്നെ ഈ ഭയങ്കര ഭാവുകത്വമുള്ള ഈ പരിപാടിയൊക്കെ നിവൃത്തിയില്ലാത്തപ്പോൾ ഞങ്ങൾ ചെയ്തു പോകുന്നതാ. അല്ല, ഞങ്ങളാരും ബൈ ചോയ്സ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നാമത് വി ആർ ഓൾ പ്രൊഫഷണൽസ്. വി ആർ ട്രെയിൻ ടു ഡു എ പ്രൊഫഷണൽ ജോബ്. അപ്പോൾ നമ്മളിപ്പോൾ 5 പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ 10 പേരെയും കൊണ്ട് പോകുന്നത് നമുക്ക് നല്ലത്. 2 കാരണമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗവൺമെൻറ് ഇസ് സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ഓൺ ആൻ IPS ഓഫീസർ. നമ്മൾ പോയി ഒരു ഹീറോയിസം കാണിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ നാടിന് വരുന്ന നഷ്ടം എന്താണെന്നറിയാമോ? ഇപ്പം ഞാനിപ്പോൾ ഒരു 10-18 കൊല്ലത്തെ സർവീസുള്ളൊരു IPS ഓഫീസറാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ
ഈ 18 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു IPS ഓഫീസറായിട്ടുള്ള ഒരു IG ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം മാത്രമല്ല, ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എൻ്റെ പേരിൽ എന്നെ ഇപ്പോൾ ട്രെയിൻ ചെയ്ത് ഈ പരുവത്തിലാക്കാൻ വേണ്ടി സർക്കാർ കോടികൾ ചിലവാക്കി കഴിഞ്ഞു. ആ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഓരോ ആക്ഷനിലും ഉണ്ടാവണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഐ കാൻറ്റ് ലെറ്റ് എനിത്തിങ് ഹാപ്പൻ ടു മീ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് എനിക്ക് അല്ല സംഭവിക്കുന്നത്, ശ്രീജിത്ത് എന്നുള്ള വ്യക്തിക്കല്ല അവിടെ സംഭവിക്കുന്നത്. ശ്രീജിത്ത് എന്നുള്ള വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നു സേനയ്ക്ക് സംഭവിക്കും, സേനയുടെ മൊറാലിന് സംഭവിക്കും, ശ്രീജിത്ത് എന്നുള്ള വ്യക്തിക്ക് സംഭവിക്കും, പബ്ലിക് എക്സ്ചക്കർക്ക് സംഭവിക്കും. അപ്പം നിവൃത്തി ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി വിളിക്കാൻ പോകുന്നു. പോലീസിനോട് ബേസിക്കലി അവർക്ക് പേടിയില്ല. ഇപ്പോൾ എത്ര അർദ്ധരാത്രി ആണെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് എന്തായാലും പോലീസിൽ നിന്ന് കിട്ടും. അപ്പൊ അതുപോലെ സാറിന് ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഓഫീസ് വന്നിട്ട് സാർ പ്രശ്നത്തിൽ നിന്നിട്ട് സാർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഏറ്റവും കൂടുതൽ സാറിന് മനസ്സിലാതെ തങ്ങിയ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? മറക്കാൻ പറ്റാത്ത ഒരുപാട് രസകരമായ സംഭവങ്ങൾ വേറെ ഉണ്ട്. അതൊന്ന് പറയൂ സർ. എനിവൺ ഞങ്ങളുടെ പ്രേക്ഷകർക്കും അതൊക്കെ ഒന്ന് കേൾക്കാൻ രസമല്ലേ? തലശ്ശേരിയിൽ ASP ആയിരുന്നപ്പോൾ ഞാൻ സർവീസ് തുടങ്ങി. തലശ്ശേരി ASP ആയിരുന്നു. തലശ്ശേരിയിൽ നിന്ന് ഞാൻ എൻ്റെ എക്സിറ്റ് വാസ് വിത്ത് ബോംബ് ബ്ലാസ്റ്റ്. എന്നെ കുറേ അക്രമികൾ ചേർന്ന് ബോംബ് പറഞ്ഞാണ് എന്നെ അവിടെ പറഞ്ഞേക്കുന്നത്. എന്നെ സർവീസും എടുത്തിട്ടായിരിക്കും. അവിടെ തലശ്ശേരി അങ്ങനെ ഒരു യുദ്ധമുഖമാണ് പലപ്പോഴും. ദിസ് വാസ് ഇൻ 99 സെപ്റ്റംബർ 27. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയ സംഘടനവും ഒക്കെ നടക്കുന്നതിനിടയിൽ പോലീസ് ചെല്ലുമ്പോൾ ആ പോലീസുകാരനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ ബോംബ് പറഞ്ഞ് ഓടിച്ച്. വാസ് ജസ്റ്റ് ലിഫ്റ്റഡ് ഓഫ്. അപ്പോൾ ആ സംഭവം നടക്കുന്നതിൻ്റെ ഒരു ഏകദേശം ഒരു മാസം മുമ്പേ ഏകദേശം ആ ഏരിയയിൽ തന്നെ ഞാനും എൻ്റെ കുറച്ച് പോലീസുകാരുടെ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു വളവ് തിരിഞ്ഞ് പെട്ടെന്ന് ചെന്നപ്പം കുറേ പേര് മുഖംമൂടിയായിട്ട് ഇങ്ങനെ, മുഖംമൂടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവർ തോർത്ത് കൊണ്ട് കെട്ടിയിട്ട് ഈ മുഖം ഇങ്ങനെ മറച്ചേക്കും, എന്നിട്ട് കയ്യിൽ വാളും ബോംബുമായിട്ട് നിൽക്കുക. അപ്പോൾ ഒരു 10-15 പേരുണ്ട്, ഞങ്ങൾക്ക് 3 പേരേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പക്ഷെ അന്ന് ഇതുണ്ട്, എന്താ വെപ്പണുണ്ട്. ഞാൻ ചാടി ഇറങ്ങി സിനിമയിലേക്ക് കാണണം. അതിനകത്ത് വാള് മാത്രം, അതെ അഫ്കോഴ്സ്, അപ്പോൾ സുരേഷ് ഗോപി. ഈ വാള് മാത്രമായിട്ട് നിൽക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു, ബോംബില്ലാത്തവൻ. അവനാണെങ്കിൽ എൻ്റെ ഒരു നെഞ്ചിൻ്റെ അത്രയേ ഉള്ളൂ. അവൻ ചേർത്ത് ഞാൻ പിടിച്ചു, ആ വാള് ചേർത്ത് കൈയണി ഞാൻ പിടിച്ചിട്ട് തോക്കെടുത്തിന് അവൻ്റെ സിനിമയിലേക്ക് കാണണം. എൻ്റെ കിളിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മറ്റേ പറഞ്ഞു ഇപ്പോൾ ഉടനെ എല്ലാം താഴെ ഇട്ടോണം, അടയും എല്ലാം ഇതായിക്കോണം, ഇല്ല ഞാൻ ഇവനെ ശരിയായി കളയുന്നത്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് അവൻ്റെ വാ മൂടിയിരിക്കുക, അപ്പോൾ അവന് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ പതുക്കെ അവിടെ കടിക്കുന്നുണ്ട്, എൻ്റെ കൈ റിലീസാണ്. അപ്പോൾ അവരിങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യും, അപ്പോൾ അവരുടെ കയ്യിൽ ബോംബുണ്ട്. ഇവൻ ഈ കൈ കടിച്ച് എന്ന് റിലീസ് ചെയ്തിട്ട് അവൻ പറയാം, എറിയടാ എറി, ഞാൻ പോയാലും സാറില്ല ഇവനെ എടുക്കുന്നു. നല്ല ജീവനങ്ങ് പോയി. ഇവൻ അപ്പം എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇവൻ ഇത്രയും ഫെർവർ വരാവുന്ന രീതിയിൽ എന്താണ് അവൻ ഇതിന് പ്രയോഗം? അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലണമെന്നുള്ളതിൻ്റെ ഇത്രയും അത്യാഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ ചത്താലും കുഴപ്പമില്ല, ഞാനും അവന് തമ്മിൽ ഒരു പരിചയവും ഇല്ല, നമ്മൾ തമ്മിലൊരു വൈരാഗ്യവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. എന്നിട്ട് ഇവൻ അവനോടുള്ളതിനേക്കാൾ സ്നേഹം അവൻ്റെ കൂട്ടുകാർക്ക് അവനോട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം അവർ എറിഞ്ഞില്ല. അല്ലെ, അവരെറിഞ്ഞേനെ, ഞാനിവനെ കൊന്നേനെ, ഞങ്ങൾ രണ്ടുപേരും ചത്തേനെ. It sent shivers down my spine. ഞാൻ എന്നിട്ട് അവനെയും കൊണ്ട് പിന്നീട് പോയി ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്ക് നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ, നീ എന്തിനാ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞേ? അപ്പം ഹി വാസ് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ്. അവൻ അന്നത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഇന്നാരുടെ പട്ടിയാണ് എന്നോട് പറയാം. അന്നത്തെ സർവീസിലുള്ള ഒരു വലിയ ഒരു പൊളിറ്റീഷ്യൻ്റെ പേര്, നിങ്ങൾ അന്നാരുടെ പട്ടിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, നീ എന്ത്? അപ്പോൾ അവൻ പറഞ്ഞു, സാറ് യൂണിഫോം ഇട്ടിരിക്കല്ലേ. അപ്പോൾ ഈ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ക്യാൻ നെവർ എവർ ഫർഗെറ്റ്. ഇപ്പോൾ അവൻ ഗൾഫിലുണ്ട്, ഹി സർവൈവ്ഡ്. ഇത്രയൊക്കെ ആയിട്ട് അവൻ ഗൾഫിലുണ്ട്. ഇപ്പോൾ ഞാനൊരു 4-5 വർഷം മുമ്പ് അങ്ങനെ ശബരിമലയിൽ ചെന്നപ്പം അവൻ തൊഴാൻ വന്നു എനിക്ക് ശബരിമലയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറിന് ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്ക് ഇപ്പോൾ അവനെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഞാൻ ഓർമ്മയില്ല. സാറ് ചത്താലും ഞാൻ ചത്താലും കുഴപ്പമില്ല, സാറ് ചത്തോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം അത് നമുക്ക് ഭയങ്കര ധൈര്യമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിൽക്കുന്നേ. കംപ്ലീറ്റ് ശരിക്കും അല്ല, എല്ലാരും മനുഷ്യർ തന്നെയല്ലേ അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ചിരി ഒരു അല്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു പേർപ്പസും ഇല്ലാതെ അവരുടെ ലൈഫ് കളയുക. മനസ്സിലായില്ലേ? അവരെന്തിനു വേണ്ടി അത് ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട് ഈ നാട്ടിൽ മരിച്ചിട്ടുണ്ട്.
ആ മരിച്ചവരൊക്കെ മരിച്ചത് എന്തിനാന്ന് മരിച്ചവനും അറിഞ്ഞുകൂടാ, കൊന്നവനും അറിഞ്ഞുകൂടാ. സർ, ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ DIG ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. നമ്മുടെ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ, ഓഫ്നേജ്. ഇതിനകത്ത് വെൽ ആൻഡ് ഗുഡ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട്, അവരെ ഒരു കരയ്ക്ക് എത്തിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇല്ല, അതാണ് എന്റെ ചോദ്യം സർ. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ വേറെ ബോട്ട്സ് എല്ലാം കഴിയുക. ഇപ്പൊ ഇവിടെ വന്നിട്ട് കര പറ്റിക്കുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷെ അവരെങ്ങോട്ട് പോകുന്നു, അവരെന്തായി മാറും, ഭയങ്കര അന്ധവിശ്വാസിയാ. ഇതെല്ലാം എനിക്കെന്നല്ല, മിക്കവർക്കുള്ള വിശ്വാസം ഇത് തന്നെയാ സർ. അവരെന്തായി മാറുന്നു, അവരെങ്ങോട്ട് പോകുന്നു, അതിനുള്ളൊരു മോണിറ്ററോ അങ്ങനെ അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല സർ. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെനിക്ക് കേട്ടപ്പോ ഞാൻ ചോദിച്ചു പോകും. നമുക്കിപ്പോഴും അറിഞ്ഞൂടാ അന്യ സംസ്ഥാനത്ത് എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നും അവരെവിടെ പോയെന്നും നമുക്കിപ്പോഴും അറിഞ്ഞൂടാ. നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. സർക്കാരിന് അറിഞ്ഞൂടാ, ആനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്ക് അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ സ്മൈൽ എന്ന് പറഞ്ഞ there's a program going on by the Ministry of Home Affairs Delhi. അതിൻ്റെ കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട ഇതാ, എവിടെ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ വന്നു, അവരൊക്കെ ഇപ്പോൾ എവിടെ ഉണ്ട്. സത്യം സർ, സത്യം. ഇവിടുന്നും നമ്മുടെ എത്രയോ കുട്ടികളെ കൊണ്ടുപോയി കാണാതെ പോയില്ലേ. മൊത്തം 72,500 കുട്ടികൾ ഓൾ ഓവർ ഇന്ത്യ അൺട്രേസ്ഡ്. സർ, പിന്നെ ഇതവരെ എവിടെയാണെന്ന് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക, കുറെ കാലമായി. പറ്റുന്നില്ല. That's it. പക്ഷെ സർ, നമുക്കതല്ല പറ്റുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, they won't be knowing anything. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തെ ഒരു കുഞ്ഞുങ്ങളല്ലാതാവും ഒരു ജീവനോടുണ്ടെങ്കിൽ. every 8 minutes we miss out on a child. ഓരോ 8 മിനിറ്റ് കൂടുമ്പോഴും ഒരു കുഞ്ഞിനെ കാണാതാവുകയാണ് ഇന്ത്യയിൽ. ഈ കുഞ്ഞിനെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു മോഡസ്റ്റ് എസ്റ്റിമേറ്റാണ് ഞാൻ പറഞ്ഞത് 72,500 മിസ്സിങ് ഓൾ ഓവർ ദ കൺട്രി. കേരളത്തിന് നമുക്ക് ഡെഫിനറ്റ്ലി വി ആർ എന്താ പറയുക, ഒരുപാട് കാര്യത്തിൽ നമ്മൾ മുമ്പിലാണ്. ഇതിൻ്റെ നമ്പേഴ്സ് നമ്മുടെ കുറവാണ്. വി ഹാവ് ഗോട്ട് ഓൺലി 754 മിസ്സിങ് അത്രേ ഉള്ളൂ ഫ്രം 2000 onwards who are untraced. റെഗുലറായിട്ട് കുഞ്ഞുങ്ങൾ മിസ്സാവുന്നുണ്ട് ഇപ്പോഴും. We managed to get them back. We are proud to say that we managed to get them back. എവിടുന്ന് സർ ശരിക്കും ഇവരൊക്കെ എവിടെയാ പോകുന്നത്, എങ്ങനെയാ അവര്? Many of them are trafficked. ഈവൻ സുപ്രീം കോർട്ട് ഇപ്പം 2013 ബച്പൻ ബച്ചാവോ ആന്തോളൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 4 മാസം കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ കാണാതെ 4 മാസം കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി presumed that the child has been trafficked, the child has been exploited. ആ ഒരു പ്രിസംഷനോട് കൂടി വേണം പോലീസ് കേസ് അന്വേഷിക്കാൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. ഓൾ ഓവർ ഇന്ത്യ ഇറ്റ്സ് ഹാപ്പനിങ്. പിന്നെ കേരളത്തിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മിസ്സായാൽ പണ്ട് മുതലേ ഞങ്ങൾ കേസെടുക്കും. കേസായിട്ട് FIR ആയിട്ട് എടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാം. മറ്റു പല സംസ്ഥാനങ്ങളും ആ പരിപാടിയേ ഇല്ല. ഇല്ല, കുഞ്ഞെവിടെയോ പോയി, കുഞ്ഞിന് ഇവിടെ വീട്ടിൽ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇവിടെ നാട് വിട്ട് പോയി. 72 to 80% varying from year to year lands up in brothels. കൂടുതലും പെൺകുട്ടികളാണ് പോകുന്നത്. they land up in brothels. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നമുക്കിവിടെ ഇരുന്ന് സുഖമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കൊള്ളാമെന്നല്ലാതെ ദ റിയാലിറ്റി ഈസ് വെരി 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 ഗ്രൂസം. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്നും കൂടെ ഉണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. വി ഹവ് മൈ സ്റ്റേറ്റ് പോലീസ് ചീഫ് my ADGP has come up with something called Operation Big Daddy. Yes sir, ഞാൻ അത് ചോദിക്കാൻ വരുമായിരുന്നു. കാര്യം ഇത്രയൊക്കെ സർ പറഞ്ഞപ്പം യു വർ സക്സസ്ഫുൾ ടു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സർ, അതൊന്ന് പറയാമോ ഓപ്പറേഷൻ ബിഗ് ഡാഡിയെ കുറിച്ച്? സക്സസ്ഫുൾ ഞാൻ പറയത്തില്ല. We say it. Yeah, we just started off. We got a long way to go. Okay. So ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we want to lend a help. I mean കുട്ടികളെ ഇതിൽ പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. But that just cannot happen because ഞാൻ പറഞ്ഞ very influx of information is too much. It's too huge. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മസ്തിഷ്കമല്ല ആ പ്രായത്തിൽ ലോകത്തൊരു കുഞ്ഞിനും ഉള്ളത്. But they are bound to commit mistakes. They are bound to get into trouble. അപ്പം ഞങ്ങൾ 2 തരത്തിലാണ് അതിനെ എൻവിസാജ് ചെയ്യുന്നത്. One, we try to bring in children, make them responsible. അവർക്ക് ക്യാമ്പയിൻസ് കൊടുക്കുന്നു, അവയർനെസ് ഒക്കെ നമ്മൾ മാക്സിമം അതൊരു വഴിക്ക് ചെയ്യാം. വേറൊരു കാര്യം എന്താ വെച്ചാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ എ ചൈൽഡ് ഫോൾട്ടേഴ്സ് സംവെയർ, he or she thinks that the life is over, or life doomed, blackmailed ആണ്. എൻ്റെ ന്യൂഡ് പിക്ചേഴ്സ് വേറെ തന്നെ അതിലുണ്ട്. അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്,
ഞാൻ ഇനി ആത്മഹത്യ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്താ ഫാമിലി കംസിനോ ഫാമിലി ഗോസ് ബർസക്, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവിടെ വി ആർ എക്സ്റ്റെൻഡിങ് അവർ ഹാൻഡ്, വി ആർ ദ ബിഗ് ഡാഡി ദേർ. മനസ്സിലായി? ദ ലാക്ക് ഓഫ് പെറ്റേണൽ കെയർ, പ്രോപ്പർ പെറ്റേണൽ കെയർ. ഒരു കുടുംബത്തിൽ ഇപ്പം എൻ്റെ വി ഗോട്ട് എ ഡോട്ടർ, കല്യാണി എന്നാ പേര്. കല്യാണിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മ്യൂച്വലി അഗ്രീഡ് ആണ്. കല്യാണിക്ക് എന്ത് സംഭവിച്ചാലും സാരല്ലോ മക്കളെങ്കിൽ പോരെ എന്ന് പറയാൻ ഞാനിവിടെ ഉണ്ട്. അങ്ങനെ അത്ര ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഡാഡി അവരുടെ കുടുംബത്തുണ്ടെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. സംഭവിക്കുന്ന പറയുമ്പോഴെന്ന് വെച്ചാൽ ഈ കുടുംബത്തിലുള്ളവർ ആദ്യം പേടിക്കും, ഭയന്നു, നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണ്, നീ കാരണം എനിക്ക് തലപൊക്കി നടക്കാൻ വയ്യാന്ന് പറയുകയാണ്. അത് വരും, നാച്ചുറൽ, അങ്ങനെ പറയും. നോ, അത് മാറണം. അവിടെ വി വിൽ സ്റ്റെപ്പ് ഇൻ യുനോ ദ ബിഗ് ഡാഡി ദേർ. അപ്പോൾ കുഞ്ഞിനെ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കരകയറ്റി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, യു വിൽ നോട്ട് ബി സ്റ്റിഗ്മറ്റൈസ്ഡ്. ഈ സമൂഹം നിന്നെ മോശക്കാരനോ മോശക്കാരിയായിട്ട് കാണത്തില്ല എന്ന് പറയാനായിട്ട് ചങ്കൂറ്റത്തോടെ കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ വേണം. ഞങ്ങളതിന് തയ്യാറാണ്. ചേച്ചി ഒരു അമ്മ എന്ന നിലയ്ക്ക് ചേച്ചി ഒന്ന് പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ പറഞ്ഞു കൊടുത്തു, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ദോഷം വരും, പക്ഷെ എന്തൊരു എക്സ്ട്രീം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള അവൾക്കും നല്ല വിശ്വാസം. ഓക്കെ, അത് ശരിക്കും സാറും ചേച്ചിയും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് പറയുന്നതാണോ, അതല്ല ഒരു അമ്മ എന്ന നിലയിൽ? അമ്മ എന്ന നിലയിൽ സാറുടെയും കൂടി ഇൻഫ്ലുവൻസും കൂടെ എന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഇത്രയും ചിന്തിക്കാൻ പറ്റുന്നത്. എയ്ത്ത് സ്റ്റാൻഡേർഡിൽ കേന്ദ്രീയ വിദ്യാലയം അങ്ങോട്ട് അവളായിരുന്നു ഇത് ശരിക്ക്. ഭയങ്കര ഇഷ്ടം, ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നാ ഇത് മൂക്ക് വേണ്ടി, ഞാൻ കണ്ടില്ലെങ്കിലും പോട്ടെ, ഞാൻ ഈ അന്ന് അപ്പൻ ഇനി അധികം തിന്നണ്ട, ഇത് മാത്രം വേറെ ഒന്നിനും ഒരു ഇതില്ല. ഭക്ഷണം കഴിക്കാൻ പോകും, സിനിമയ്ക്ക് പോകും, ഇത് രണ്ടോ കുട്ടീനെ കൊണ്ടില്ലെങ്കിൽ പ്രശ്നം, ബാക്കി എവിടെ വേണം പോയിക്കോളാൻ പറയും, ഒരു പ്രശ്നമില്ല. ഞാൻ ഇല്ലെങ്കിൽ അത്രയും സൗകര്യം പറയും, പാട്ടൊക്കെ വെച്ച് പഠിച്ച് അവിടെ ഇരുന്നുള്ളൂ. പിന്നെ അവൾക്ക് ഫ്രീ ആകുമ്പോൾ ഈ ഭക്ഷണം ഒഴിച്ചിട്ട്, ഭക്ഷണവും സിനിമയും പോക്ക് ഒഴിച്ച് വേറെ ഹോബീസ് എന്തെങ്കിലും ഉണ്ട്? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം, പാട്ട് വെച്ചുകൊണ്ടേ പഠിക്കും ഞാൻ. അതിനാണ് വഴക്ക്. കരാട്ടെ ഉണ്ട്, കരാട്ടയ്ക്ക് വേണ്ടി ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ അണ്ടർ-14 സെക്കൻഡ് ആണ്. അല്ല, അവൾ പണ്ട് പഠിച്ച് ബ്രേക്ക്, ഇവിടെ വന്നതിന് ശേഷം ബ്രേക്ക് കോഴിക്കോടിലപ്പോൾ പോയിരുന്നു. എന്റെ പൊന്നാനിയാണ്, പക്ഷെ ഞങ്ങൾ കാലിക്കറ്റ് ആയിരുന്നു, 5 കൊല്ലം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് പഠിച്ചത്. ശരിക്കും ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതിനേക്കാളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടമായത് കളരിയായിരുന്നു. സാർ അവിടെ കമ്മീഷണർ കോഴിക്കോട് ചേർന്നു, പക്ഷെ സാർ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി. പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴുള്ള വിഷമം അതായിരുന്നു, ആ കളരി വിട്ടു പോരാനുള്ള. ഉണ്ടോ ചേച്ചി? സത്യം പറയും, ഇപ്പൊ മോളെ പറ്റി ഇത്രയൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് മുമ്പ് ഒരു കളരി കഴിഞ്ഞോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയണതേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, എന്തായാലും സാർ ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു.